ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ കാസർഗോഡുകാരുടെ സ്വന്തം റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി 1/2 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി എടുക്കുക. 8 മണിക്കൂർ കഴുകിയതിന് ശേഷം കുതിരാൻ വെക്കുക. ഇനി ചോറുണ്ടാക്കുന്ന അരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷനരിയും ഉപയോഗിക്കാം. 8 മണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകുന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും, ടേസ്റ്റിയുമായിരിക്കും. ഇനി അരിയുടെ പകുതി ഭാഗം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു സവാളയുടെ പകുതിയും ആവശ്യത്തിന് ഉപ്പും 1 മുറി തേങ്ങയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് തരിയോട് കൂടി ഞാനിവിടെ അരച്ചെടുത്തു. ഇത്തിരി അയഞ്ഞ പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള അരി ഉണ്ടല്ലോ, അത് നല്ലപോലെ ഊറ്റിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പുട്ടിൻ്റെ പൊടിയെല്ലാം പൊടിക്കുന്നില്ലേ, ആ രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് അരച്ച മാവിലേക്ക് പൊടിച്ച പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കട്ടിയാക്കി എടുക്കണം. നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം. ഇവിടെ ഞാൻ എല്ലാ പൊടിയും പൊടിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കടുമ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ അരച്ച മാവുണ്ടല്ലോ, അതായത് തരിയോട് കൂടി അല്പം ലൂസായിട്ട് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കണം. നമുക്ക് ആ രീതിയിലും ചെയ്തെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി മീഡിയം തീയിലാക്കിയതിന് ശേഷം അരച്ച മാവിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കട്ടിയാക്കി എടുക്കണം. ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് യോജിപ്പിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്കിങ്ങനെ പറ്റില്ല എങ്കിൽ മരത്തിൻ്റെ തവി ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടിയാക്കി എടുത്താൽ മതി. ഞങ്ങൾ പൊതുവെ കാസർഗോട്ടുകാർ ഈ രീതിയിൽ തന്നെയാണ് പുതുക്കിയെടുക്കുന്നത്. നമ്മളിതിനെ പുതുക്കിയെടുക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും കൈകൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കൽ. അപ്പോൾ ചൂട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് തോന്നിയാൽ തവി ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇനി മാവ് നല്ലപോലെ സോഫ്റ്റാക്കി എടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്താൽ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഈ രീതിയിലും നമുക്ക് കടുമ്പ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യത്തെ രീതി കുറച്ച് ഈസിയാണ്, പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സ്റ്റീമറാണ്. ഞാനിവിടെ അപ്പച്ചെമ്പെടുത്തിട്ടുണ്ട്. അപ്പച്ചെമ്പിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കടുമ്പ് ആവശ്യമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം. ഞാൻ അല്പം വലിയ സൈസിലാണ് ബോളാക്കി ഉരുട്ടിയെടുക്കുന്നത്. ഇനി മിഡിൽ ഭാഗത്ത് ജസ്റ്റ് ഒന്നൊരു കുഴി ഇട്ട് കൊടുത്താൽ മതി. ഈ രീതിയിലാണ് കടുമ്പ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കുഴി ഉണ്ടാക്കാതെ ഉരുട്ടിയും നമുക്ക് കടുമ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നില്ലേ, ആ രീതിയിലും ചെയ്തെടുക്കാം. നമ്മൾ കാസർഗോട്ടുകാർ പൊതുവേ കടുമ്പ് ഇങ്ങനെ കുഴിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. നമ്മൾ കോഴിയുടെ മഞ്ഞത്തണ്ണി, അതേപോലെ മീൻ മുളക് വെച്ചത്, മീൻ ചാറ്, ഇതൊക്കെ കൂട്ടിയാണ് ഈ കടുമ്പ് കഴിക്കാറ്. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഇനി മീഡിയം തീയിൽ 25 മിനിറ്റ് വേവിച്ചെടുക്കണം. 25 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. വളരെ സിമ്പിളും വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. നമ്മൾ കാസർഗോട്ടുകാർ എല്ലാ ദിവസവും അധിക ദിവസവും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. പുറത്തുള്ള ജില്ലക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ റെസിപ്പി ചെയ്തത്. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.